ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പനീർ സാൻഡ്വിച്ചാണ്. അതിനെന്തൊക്കെ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇത് 2 സവാള, 2 ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഒരു 150 ഗ്രാം പനീർ, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇപ്പം പനീർ നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ പൊടിയായിട്ട് ഇതിലേക്ക് ചേർക്കണം. പിന്നെ വേണ്ടത് ബട്ടർ, ബ്രെഡ്, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പനീർ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരട്ടെ. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്തിങ്ങനെ ഇതായി പോകണ്ട. 2 മിനിറ്റ് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ കൂട്ട് വെക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. 5-8 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാം. പച്ചക്കറിയൊക്കെ ചോപ്പ് ചെയ്ത് വെക്കാൻ എടുക്കുന്ന സമയം മാത്രമേ നമുക്ക് കൂടുതൽ ആകുന്നുള്ളൂ. 2 സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് കൂട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ലൈസ് എടുത്തിത് കവർ ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരട്ടെ. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 സ്ലൈസ്. ഒന്ന്, രണ്ടാമത്തേതും വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് മുരിയിച്ചെടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ടു. ഇനിയും മറ്റേ സൈഡും കൂടെ മുരിയിച്ചെടുക്കാം. കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാകും. 5 മിനിറ്റ് ഒന്ന് 2 സൈഡും തിരിച്ചിട്ട് മുരിയിച്ചെടുത്താൽ മതി. 2 പീസും കൂടെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 പീസ് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് മുരിയായിട്ട് എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് മുരിയിച്ചെടുക്കാം 2 സൈഡും. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പനീർ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് സോസിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇതിലേക്ക് ഫില്ലിംഗ് എന്ന് പറയുന്നത് ക്യാപ്സിക്കവും സവാളയും പനീറും മല്ലിയിലയും മാത്രമാണ് ഫില്ലിങ്. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.